ഇതും നിലമ്പൂർ കാടുകളിലെ ഒരു ആത്മാവിന്റെ കഥയാണ്. എൻ്റെ ഒരു സുഹൃത്ത് നിലമ്പൂരിൽ നിന്നും മാറി ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്യുന്ന സമയമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായ തിരക്കുകൾ കാരണം അന്നത്തെ രാത്രി അവന് ജോലി കഴിഞ്ഞു വരാൻ അല്പം താമസിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ അവൻ തിരഞ്ഞെടുത്തത് കാടിനുള്ളിലൂടെ പോകുന്ന ഒരു ഗ്രാമത്തിലൂടെയുള്ള ഒരു കുറുക്കു വഴിയാണ്. ആ കുറുക്കു വഴിയിൽ അവനെ കാത്തിരുന്നത് ചില പേടിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു. അതിലൊന്നായിരുന്നു അവൻ പോരുന്ന വഴിയെ കാടിന് നടുക്കുള്ള റോഡരികത്ത് ഒരു യുവാവിനെ കണ്ടത്. വെള്ളമുണ്ടും വെള്ള ഷർട്ടും അത് മുഴുവൻ ചെളി പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മുടിയെല്ലാം വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒതുങ്ങി നിൽക്കാത്ത തരത്തിൽ മുഖത്തേക്ക് മൂടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം തല കുനിച്ചായിരുന്നു നിന്നിരുന്നത്. അദ്ദേഹത്തെ താണ്ടി അവൻ പോയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. വീണ്ടും വണ്ടി പുറകിലേക്കെടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അദ്ദേഹം അതിന് ഒരു മറുപടിയും പറഞ്ഞു. ഈ കഥയുടെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കഥയുടെ മുഴുവൻ ഭാഗവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടാം. ഈ കഥ ഒരു വിമർശനത്തിന് വഴിയൊരുക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതെല്ലാം ഓരോരുത്തർ തരുന്ന അനുഭവ കഥകളാണ്. അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നതിന് മുമ്പേ ഈ കഥയുടെ പുറം ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുകൂടി നിങ്ങൾ അന്വേഷിക്കുക. കാരണം വിമർശിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ എന്നാണോ നേരിട്ട് അനുഭവിക്കുന്നത് അതുവരെ ഇതും ഒരു കെട്ടുകഥ മാത്രമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ഓരോ റീലിനും താഴെ വരുന്ന വളരെ ഹീനമായ ചില കമന്റുകൾ കണ്ട് സ്വയം വിഷമം തോന്നാറുണ്ട്. ഈ ഒരു പേജ് തികച്ചും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ചാനലാണ്. അത്തരത്തിലുള്ള ഒരു ചിന്ത കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്.